ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എന്താ നോക്കുന്നത് വെച്ചാൽ ഉബുണ്ടു 20.04 LTS വേർഷൻ്റെ ഡെസ്ക്ടോപ്പാണ് നമ്മൾ ഈ കാണുന്നത്. ഈ വേർഷൻ എങ്ങനെ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാമെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. അപ്പോൾ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന സിസ്റ്റത്തിൽ ഇപ്പോൾ ഓൾറെഡി വിൻഡോസ് 7 എന്ന് പറഞ്ഞ OSും അതിൻ്റെ കൂടെ നമ്മൾ ഈ വേർഷൻ ഉബുണ്ടു എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാമെന്നാണ് നമ്മൾ ഈ ഫസ്റ്റ് വീഡിയോയിൽ നോക്കുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് ഉബുണ്ടുവിൻ്റെ ബൂട്ടബിൾ ഡിസ്ക് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. USB ഡിസ്ക് നമ്മൾ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ അത് ക്രിയേറ്റ് ചെയ്യുന്ന വീഡിയോ അതെങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് നമ്മൾ ഇതിൻ്റെ തൊട്ട് മുന്നേ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് നമ്മൾ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കും. അതിന് ശേഷം നമ്മൾ സിസ്റ്റത്തിൽ നമ്മളെ ഫസ്റ്റ് ബൂട്ട് ഡിവൈസ് നമ്മൾ ആ ഒരു USB ഡ്രൈവാക്കി മാറ്റാം. അതിന് ശേഷം നമ്മൾ അത് ചെയ്യുന്ന സ്റ്റെപ്സും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എങ്ങനെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ. അപ്പോൾ നമുക്ക് ആ വീഡിയോയിലേക്ക് പോവാം. എങ്ങനെ നമുക്ക് ഉബുണ്ടു ഇൻസ്റ്റാൾ ചെയ്യാമെന്ന് നോക്കാം. ഓക്കെ. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഉബുണ്ടുവിൻ്റെ ബൂട്ടബിൾ USB ഡ്രൈവ് കണക്ട് ചെയ്തിട്ട് അതിൽ നിന്ന് ലോഡ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഉബുണ്ടു ഇൻസ്റ്റാൾ ചെയ്യണം. ഫസ്റ്റ് നമ്മുടെ സിസ്റ്റത്തിൽ നമ്മൾ ബൂട്ട് ഡിവൈസ് USB ആയിട്ട് സെറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്താവും, നമ്മളെ USB ഡ്രൈവിൽ നിന്ന് ഉബുണ്ടു ഫസ്റ്റ് ബൂട്ടായി വരുന്നുണ്ട്. ഇതിന് ശേഷം നമുക്കിതെങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാൻ നോക്കാം. അപ്പോൾ നമുക്ക് ഒരു വിൻഡോ ഇവിടെ വന്നിട്ടുണ്ട്. ട്രൈ ഉബുണ്ടു എന്ന് പറഞ്ഞ ഒരു ഓപ്ഷനും ഇൻസ്റ്റാൾ ഉബുണ്ടു എന്ന് പറഞ്ഞ ഒരു ഓപ്ഷനും. അപ്പോൾ നമുക്ക് ട്രൈ ഉബുണ്ടു കൊടുത്താൽ നമുക്ക് ഉബുണ്ടു ഈ ഒരു ഇതിൽ നമുക്ക് വർക്ക് ചെയ്ത് നോക്കാം. ഇൻസ്റ്റാൾ ഉബുണ്ടു എന്ന് കൊടുത്താൽ നമുക്ക് പുതിയതായിട്ട് ഈ സിസ്റ്റത്തിൽ നമുക്ക് ഉബുണ്ടു ഇൻസ്റ്റാൾ ചെയ്യാം. അപ്പോൾ നമുക്കിപ്പോൾ വേണ്ടത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ ഇൻസ്റ്റാൾ ഉബുണ്ടു എന്ന് പറഞ്ഞതിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമ്മളെ കീബോർഡ് ലേ ഔട്ടൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് കണ്ടിന്യൂ കൊടുക്കുക. അടുത്ത് നമ്മൾ വൈഫൈ കണക്ട് ചെയ്യാൻ പറയുന്നുണ്ട്. അപ്പോൾ കണക്ട് ടു ദിസ് വൈഫൈ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ നമ്മൾ വൈഫൈ ഏതാണോ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ കണ്ടിന്യൂ കൊടുക്കുക. അപ്പോൾ നമ്മളെ വൈഫൈ ഇവിടെ കണക്റ്റ് ആയിട്ടുണ്ട്. ഇവിടെ നോർമൽ ഇൻസ്റ്റാളേഷനാണോ വേണ്ടത്, മിനിമൽ ഇൻസ്റ്റാളേഷനോ വേണ്ടത്, ഇവിടെ ഇതിൽ പറയുന്ന കുറേ ഓപ്ഷൻസ് ഒക്കെ പറയുന്നുണ്ട്. നമുക്ക് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. നമ്മളിപ്പോൾ ഇവിടെ നോർമൽ ഇൻസ്റ്റാളേഷൻ കൊടുത്തു. എന്തായാലും നമുക്ക് വേണ്ട സോഫ്റ്റ്വെയർ ഒക്കെ പിന്നെ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മളിവിടെ നോർമൽ ഇൻസ്റ്റാളേഷൻ കൊടുക്കും. അടുത്ത് നമ്മളോട് ചോദിക്കുന്നത് ഇൻസ്റ്റാളേഷൻ ടൈപ്പാണ്. കണ്ടോ, അപ്പോൾ ഇവിടെ പറയുന്നുണ്ട് ദിസ് കമ്പ്യൂട്ടർ കറൻ്റ്ലി ഹാസ് വിൻഡോസ് 7 ആൻഡ് ഉബുണ്ടു 60 ആണ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ എറൈസ് ഉബുണ്ടു 60 എന്ന് വെച്ചാൽ ഈ ഒരു ഇത് എറൈസ് ചെയ്തതിന് ശേഷം അതിന് റീഇൻസ്റ്റാൾ ചെയ്യണമെന്നാണ് ചോദിക്കുന്നത്. പിന്നെ ഇവിടെ സംതിങ് എൽസ് എന്ന് പറയുന്നുണ്ട്. പിന്നെ എറൈസ് ഡിസ്ക് ആൻഡ് ഇൻസ്റ്റാൾ എന്ന് വെച്ചാൽ അത് കംപ്ലീറ്റ്ലി എറൈസ് ചെയ്തിട്ട് നമുക്ക് പുതുതായിട്ട് ഫ്രഷ് ആയിട്ട് ഉബുണ്ടു ഇൻസ്റ്റാൾ ചെയ്യും. അപ്പോൾ നമ്മളിവിടെ സംതിങ് എൽസ് എന്ന് കൊടുത്തു. നമുക്ക് വേണമെങ്കിൽ എറൈസ് ഉബുണ്ടു എന്ന് പറഞ്ഞ് കൊടുക്കാം. ഇതിലിപ്പോൾ ഒരു ഉബുണ്ടും വിൻഡോസ് 7 ഉള്ളത് കൊണ്ടാണ്. ഇപ്പോൾ വിൻഡോസ് 7 മാത്രമുള്ള വെച്ചാൽ വിൻഡോസ് 7 മാത്രം ഇവിടെ കാണിക്കും. അപ്പോൾ ഇത് കൊടുത്താൽ മതി. അപ്പോൾ സംതിങ് എൽസ് എന്ന് കൊടുത്തു. അപ്പോൾ ഇതിലെന്താ പറയുന്നത് വെച്ചാൽ യു ക്യാൻ ക്രിയേറ്റ് ആൻഡ് ഓർ റീസൈസ് പാർട്ടീഷൻ യുവർ സെൽഫ് എന്ന് വെച്ചാൽ നമ്മൾ തന്നെ ഇതിൻ്റെ പാർട്ടീഷനൊക്കെ സ്വന്തമായിട്ട് ചെയ്യണം എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മളത് കൊടുത്തു. അതിനുശേഷം നമ്മൾ കണ്ടിന്യൂ കൊടുത്തു. അപ്പോൾ നമ്മളെ ഇൻസ്റ്റാളേഷൻ ടൈപ്പ് ഇവിടെ വന്നിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്തപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട്. നമ്മൾ ആ ഡിസ്ക്കാണ് ഈ കാണിക്കുന്നത്. അപ്പോൾ അതിൽ ടോട്ടൽ സൈസ് ഇവിടെ 500 GB പറയുന്നുണ്ട്. ഇവിടെ കുറേ പാർട്ടീഷൻസ് കാണിക്കുന്നുണ്ട്. അത് വിൻഡോസിൻ്റെയൊക്കെ പാർട്ടീഷൻസാണ് കണ്ടോ. അപ്പോൾ അത് നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഫ്രീ സ്പേസ് ഉണ്ടല്ലോ. അപ്പോൾ ഇതെന്താ വെച്ചാൽ ഇത് നമ്മൾ ഫസ്റ്റ് ടൈം അങ്ങനെ ക്രിയേറ്റ് ചെയ്ത് വെക്കുക. അല്ലെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഡിലീറ്റ് ചെയ്തിട്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഇപ്പോൾ നമുക്ക് ഈ ഒരു സ്പേസും കൂടി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യണമെങ്കിൽ ഇതുമ്മേ ക്ലിക്ക് ചെയ്ത് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് നമ്മളെന്ത് ചെയ്യുക, ഡിലീറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ നമ്മൾ ഏത് പാർട്ടീഷനാണോ ഇതിൽ യൂസ് ചെയ്യേണ്ടത് വെച്ചാൽ അത് നമ്മൾ ഫസ്റ്റ് ഫ്രീ സ്പേസ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യാം. അതിന് ശേഷം നമുക്ക് ഉബുണ്ടു ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ നമ്മളിങ്ങനെ കസ്റ്റമായിട്ട് ചെയ്യുകയാണെങ്കിൽ
നമ്മളിതിൽ 2 പാർട്ടീഷൻസ് നമ്മൾ മെയിനായിട്ട് ചെയ്യണം. ഒന്ന് സ്വാപ്പ് ഏരിയയും ഒന്ന് റൂട്ട് ഡയറക്ടറി നമ്മൾ കൊടുക്കണം. പിന്നെ നമുക്ക് ഹോം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ കൊടുക്കാം. അപ്പോൾ നമ്മളിതിൽ ഫ്രീ സ്പേസിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ താഴത്ത് കണ്ട പ്ലസ് ക്ലിക്ക് ചെയ്യാം. അതിന് ശേഷം നമ്മൾ സ്വാപ്പ് ഏരിയയ്ക്ക് നമ്മൾ മിനിമം ഒരു 4 GB സ്പേസെങ്കിലും നമ്മളിവിടെ കൊടുക്കാം. അപ്പോൾ നമ്മളിപ്പോൾ 16 GB ഇവിടെ കൊടുക്കുന്നുണ്ട്. ഇവിടെ MBയിലാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതിന് ശേഷം ഇവിടെ മൗണ്ട് പോയിൻ്റ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ നമ്മൾ ഇവിടെ യൂസ് ആസ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ നമ്മൾ സ്വാപ്പ് ഏരിയ എന്ന് പറഞ്ഞ് കൊടുക്കാം. നമുക്കിവിടെ പാർട്ടീഷൻസ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് കൂടെ ഉണ്ട് കണ്ടോ, അത് കൊടുക്കുക. അതിന് ശേഷം നമ്മളിവിടെ ഓക്കെ കൊടുക്കാം. അപ്പോൾ നമ്മൾ സ്വാപ്പ് ഏരിയ ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട് കണ്ടോ. അതിന് ശേഷം നമ്മളിവിടെ ഫ്രീ സ്പേസിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മളിവിടെ പ്ലസ് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഫുൾ സ്പേസ് കംപ്ലീറ്റ് എന്ത് ചെയ്യുന്നു, ഇവിടെ ഒന്നും ചെയ്യണ്ട. ഇവിടെ നമ്മൾ റൂട്ട് കണ്ടോ, ഇവിടെ ഹോമിന് എത്ര സെറ്റ് ചെയ്യണം, ടെമ്പിന് യൂസർ വേറെ എത്ര സെറ്റ് ചെയ്യണം എന്നൊക്കെ ഇവിടെ കൊടുക്കണം. അതിന് പകരം നമ്മളിവിടെ റൂട്ട് ഡയറക്ടറി മാത്രം കൊടുത്തിട്ട് നമ്മളിവിടെ ഓക്കെ കൊടുക്കാം. അപ്പോൾ ബാക്കി സ്പേസൊക്കെ അത് ഓട്ടോമാറ്റിക്കലി എടുത്തോളും. നമുക്ക് സ്പെസിഫൈ ചെയ്ത് കൊടുക്കണമെങ്കിൽ കൊടുക്കാം. അപ്പോൾ ഇവിടെ നമ്മളെ റൂട്ട് ഡയറക്ടറി ഇതായിട്ടുണ്ട്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഇൻസ്റ്റാൾ നൗ എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കാം. അപ്പോൾ നമ്മളോട് ചോദിക്കുന്നുണ്ട് റൈറ്റ് ദി ചേഞ്ചസ് ടു ഡിസ്ക് എന്ന് പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ ഇവിടെ കണ്ടിന്യൂ കൊടുത്താൽ മാത്രമേ നമ്മളെ പാർട്ടീഷൻസും കാര്യങ്ങളൊക്കെ എഫക്റ്റഡ് ആവുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, അവിടെ കണ്ടിന്യൂ കൊടുക്കുക. അതിന് ശേഷം നമ്മൾ ഇൻസ്റ്റാൾ കൊടുക്കുക. അപ്പോൾ ഇവിടുന്ന് എന്ത് ചെയ്യുക, നെക്സ്റ്റ് കണ്ടിന്യൂ കൊടുക്കുക. നമുക്ക് ഏത് നമ്മൾ ഇതിലാണെന്ന് വെച്ചാൽ അത് കൊടുക്കുക. നമ്മളിവിടെ നമ്മളെ പേര് ഇവിടെ ചോദിക്കുന്നുണ്ട്, ആ കാര്യങ്ങളൊക്കെ കൊടുക്കുക. പേര് കൊടുത്തു. നമുക്ക് പാസ്വേഡ് വേണം ഇവിടെ കൊടുക്കാം. ഇവിടെ യൂസർ നെയിം വേണം ഇവിടെ കൊടുക്കാം. ഇവിടെ കണ്ടിന്യൂ കൊടുക്കുക. അതിന് ശേഷം ഇതിൻ്റെ കോപ്പിയും ഫയലും കാര്യങ്ങളൊക്കെ നമ്മൾ കഴിയുന്നവരെ വെയിറ്റ് ചെയ്യും. അപ്പോൾ എന്താണോ നമ്മൾ പാസ്വേഡ് കൊടുക്കുന്നത് വെച്ചാൽ ആ പാസ്വേഡ് നമ്മൾ ഓർത്ത് വെക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഒരു വിൻഡോസുള്ള സിസ്റ്റത്തിൽ ഉബുണ്ടു ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഈ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മളോട് റീസ്റ്റാർട്ട് നൗ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ്, റീസ്റ്റാർട്ട് നൗ എന്ന് പറയാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, റീസ്റ്റാർട്ട് കൊടുക്കാം. അപ്പോൾ പ്ലീസ് റിമൂവ് ദി ഇൻസ്റ്റാളേഷൻ മീഡിയ, പ്രസ് എൻ്റർ എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളെ USB പെൻ ഡ്രൈവ് എന്ത് ചെയ്യുക, നമ്മൾ റിമൂവ് ചെയ്തിട്ട് നമ്മൾ എൻ്റർ കൊടുക്കുക. അപ്പോൾ ഇവിടെ ഉബുണ്ടു ആണെങ്കിൽ ഉബുണ്ടു സെലക്ട് ചെയ്യുക, വിൻഡോസ് 7 ആണെങ്കിൽ വിൻഡോസ് 7 കൊടുക്കുക. നമ്മളിപ്പോൾ ഉബുണ്ടു സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ നേരെ എൻ്റർ കൊടുക്കും. അപ്പോൾ ഉബുണ്ടു ലോഡായി വരുന്നുണ്ട്. അപ്പോൾ ഇത് ലോഡായി വന്നതിന് ശേഷം നമ്മളെ യൂസർ നെയിം നമ്മളവിടെ കൊടുത്തിട്ടുള്ള യൂസർ നെയിം ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ അവിടെ കൊടുത്തിട്ടുള്ള പാസ്വേഡ് ഇവിടെ കൊടുക്കാം. അപ്പോൾ അതിന് ശേഷം നമ്മൾ എൻ്റർ കൊടുക്കും. അപ്പോൾ നമുക്ക് ലോഡ് വന്നതിന് ശേഷം ഇവിടെ കണക്ട് യുവർ ഓൺലൈൻ അക്കൗണ്ട്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ പറയുന്നുണ്ട്. ഗൂഗിള്, മൈക്രോസോഫ്റ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുക്കുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, നമുക്കൊന്നും ചെയ്യുന്നില്ല, നമ്മൾ സ്കിപ്പ് കൊടുത്തു, അതും സ്കിപ്പ് കൊടുത്തു. ഉബുണ്ടു അത് സ്കിപ്പ് കൊടുത്തു. ടെൻഷൻ സർവീസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തു, സ്കിപ്പ് കൊടുത്തു നമ്മൾ. അപ്പോൾ നമ്മളിവിടെ അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഉബുണ്ടു ഇൻസ്റ്റാൾ ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു.